ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തൊക്കെ പറഞ്ഞാലും ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഒരു സ്ഥലത്ത് അനിമോൾ PR കാരണമാണ് ജയിച്ചത്. വേറൊരു സ്ഥലത്ത് അനിമോൾ എവിക്റ്റായിപ്പോയ കണ്ടസ്റ്റൻറ്റ് തിരിച്ചു വന്നതുകൊണ്ടാണ് ജയിച്ചത്. പിന്നെ മൂന്നാമത്തെ കേസെന്ന് പറഞ്ഞാൽ അനിമോൾക്ക് ബ്ലാക്ക് മാജിക്കിൽ വിശ്വാസമുണ്ട്. പാവ കൂടാത്ര പാവയാണ്. ആ പാവ എന്ന് പറഞ്ഞാൽ ഒരു മാൻഡ്രേക്കാണ്. പല രീതിയിലാണ് അനിമോളെ പറ്റിയുള്ള അലിഗേഷൻസ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുമല്ലോ, ട്രെയിൻ കണക്കിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രെയിൻ പോകുമ്പോൾ അടുത്ത അലിഗേഷൻ, അടുത്ത ട്രെയിൻ കഴിയുമ്പോൾ അടുത്ത അലിഗേഷൻ. ഇപ്പോൾ പുതിയൊരാൾ വന്ന് പറയുന്നു അനിമോളുടെ ആ പാവ മൊത്തം ബ്ലാക്ക് മാജിക്കാണ്, അത് മാൻഡ്രേക്കാണ്. അതിൽ തൊടുന്ന ആൾക്കാരും അതിനെ നോക്കി പറയുന്ന ആൾക്കാർ വിക്റ്റാവും. അല്ലേ കണക്ക് തന്നെ പല രീതിയിലുള്ള വാർത്തകൾ. അതിനെപ്പറ്റി നമുക്ക് പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇതിൽ പറയാൻ വരുന്നത് അക്ബറിൻ്റെയും അതേ കണക്ക് തന്നെ അനീഷിൻ്റെയും വന്നപ്പോഴുള്ള ജനം അനിമോൾ വന്നപ്പോഴില്ലായിരുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. പിന്നെ അതേ കണക്ക് തന്നെ ഇതിൻ്റെ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്, അനിമോളുടെ കള്ളത്തരങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞൊരു ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പോയി ഒന്ന് കാണണേ. ഇന്നലെ ഇട്ട വീഡിയോ ആണ്, ഒന്ന് പോയി കണ്ടേക്കണേ. ഞാനിവിടെ കൊടുത്തേക്കാം ഈ സൈഡിലായിട്ട്. എന്തായാലും പറയുന്ന വന്നതെന്ന് വെച്ചാൽ, ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന സംഭവം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാവുന്നവർക്ക് വിശ്വസിക്കാതിരിക്കാം. അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തൊക്കെ ആയാലും അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പല ആൾക്കാർക്കും പല രീതിയിലുള്ള ഇഷ്ടമാണ്. എനിക്കുള്ള ഇഷ്ടമല്ല നിങ്ങൾക്കുള്ള ഇഷ്ടം, എനിക്കുള്ള ഇഷ്ടം കണ്ടസ്റ്റൻ്റ് അല്ല നിങ്ങൾക്കുള്ള കണ്ടസ്റ്റൻ്റിന് ഇഷ്ടം വരുന്നത്. പക്ഷേ ആരൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ വന്നപ്പോഴുള്ള ആൾത്തിരക്കൊന്നും, അതേ കണക്കിന് രജീഷോ അങ്ങനെ ഡോക്ടർ റോബിനെ വന്നപ്പോഴുള്ള ആൾത്തിരക്കൊന്നും ഒരു കണ്ടസ്റ്റൻറ്റും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇല്ല എന്നേ എനിക്ക് പറയാൻ നോക്കൂ. ഇന്നലത്തെ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഇട്ടത്. ഇഷ്ടം പോലെ കള്ളത്തരങ്ങളാണ് അനിമോൾ കാണിച്ചിരിക്കുന്നത്. അനിമോളുടെ PR തന്നെ ശൈത്യയ്ക്ക് വോട്ട് മറിച്ചതായിട്ട് വരെ പറയുന്നുണ്ട്. വോട്ട് മറിച്ചു ഞാൻ ശൈത്യയ്ക്ക്, അന്ന് ശൈത്യയല്ല പോകാനുള്ളത്, RJMC പോയതിൻ്റെ അന്ന് ശൈത്യയ്ക്കാണ് വോട്ട് കുറവെന്നും അങ്ങനെയൊക്കെ പറഞ്ഞൊരു വീഡിയോ ഈ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാവുന്നുണ്ട്. PR പറഞ്ഞത് അനിമോളുടെ. എനിക്ക് ഇഷ്ടപ്പെടുന്ന കണക്കല്ല വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്, വേറൊരു കണ്ടസ്റ്റൻറ്റിനെ. അപ്പോൾ അതേ കണക്കാണ് അവിടെ ആൾത്തിരക്കും വന്നത്. അതേ കണക്ക് തന്നെ ഈ പണ്ട് മുതലേ കേൾക്കുന്നതാണ് ബിഗ് ബോസ് ഇലുമിനാലിറ്റിയാണ്. അതേ ചിഹ്നം തന്നെ ഒരു ഇലുമിനാലിറ്റി ചിഹ്നമാണ്, എന്തോ ആകർഷണീയമാണ്, ബ്ലാക്ക് മാജിക് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിപ്പോൾ പ്രവചിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു എക്സ്പ്ലനേഷൻ നമുക്ക് ചെയ്യാം. അതേ കണക്ക് തന്നെ പ്രേക്ഷകരായ നമ്മൾ പറയാം, നിങ്ങൾ തന്നെ പറയൂ, ഈ ബിഗ് ബോസ് ഇലുമിനാലിറ്റി ആണോ? അതേ കണക്ക് തന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ്, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്, സത്യസന്ധമായിട്ട് പറയുക. പിന്നെ അതേ കണക്ക് തന്നെ അനിമോളുടെ ആ പാവ യഥാർത്ഥമായിട്ടും നിങ്ങൾക്ക് ഒരു കൂടാത്ര പാവയായിട്ട് തോന്നുന്നുണ്ടോ? അതേ കണക്ക് തന്നെ ആ പാവ നോർമൽ പാവയാണോ അതോ അതൊരു ബ്ലാക്ക് മാജിക് ആണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതുകൂടെ പറഞ്ഞേക്കാം. ആ കപ്പ് കിട്ടിയപ്പോൾ ആ ശൈത്യയുടെ ആ ഫേസിൽ, എൻ്റെ ദൈവമേ, ഇങ്ങനെ ഉണ്ടോ ആൾക്കാർ? ആ ഒരു മൊമെൻറ്റിൽ പോലും ആ ഒരു മുഖത്തിനുണ്ടാകുന്ന ആ മാറ്റം ഉണ്ടല്ലോ, ആ ദേഷ്യം, ആ അസൂയ, ആ കുശുമ്പ്, സമ്മതിക്കണം. എന്തൊക്കെ ആയാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണേ, കൂടാതെ കമൻറ്റ് കൂടെ രേഖപ്പെടുത്തേക്കണേ.